ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിനുള്ളിൽ വൃത്തിയുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അനുമോള് വൃത്തിയില്ലാത്ത ആളായിട്ട് ചൂണ്ടിക്കാട്ടിയത് രേണുവിനെയാണ്. അനു പറയുന്നത് രേണുവിന് തീരെ വൃത്തിയില്ല, പിന്നെ കുളിക്കാറുണ്ടാകാം, അതായത് മേല് കുളിക്കാറുണ്ടാകാം, പക്ഷെ തല കഴുകാറില്ല, തലയിൽ നിറച്ചും പേനാണ്, അത് നെറ്റത്തും മുഖത്തും ഒക്കെ വന്നിരിപ്പുണ്ടാകും, ചില സമയങ്ങളിലൊക്കെ താൻ അത് എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും അനു പറയുന്നുണ്ട്. ഷോ കാണുന്നവർക്കറിയാം മിക്കപ്പോഴും രേണുവിന്റെ കൈ തലയിലായിരിക്കും. അപ്പൊ ആ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതിന്റെ അസ്വസ്ഥതയൊക്കെ രേണു സുധിക്കുണ്ട്. പിന്നെ ഈ ഹൗസിലുള്ള പലരും ഒളിഞ്ഞിരുന്നും മറഞ്ഞിരുന്നും ഒക്കെ രേണു സുധീനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും തല ചൊറിയുന്നതും ഒക്കെ കാണിച്ച് കളിയാക്കാറുമുണ്ട്. പക്ഷേ ഇന്ന് അനു പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പിൽ വന്നിട്ട് രേണുവിന് ഹൈജീൻ ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അത് ഹൈജീൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കണമെന്നാണല്ലോ ബിഗ് ബോസ് പറഞ്ഞത്. അതിനിടയിൽ അനു നിന്ന് വിവരിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ തല ചൊറിയും, ചേച്ചിയുടെ മുഖത്ത് പേൻ വന്നിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അത് ആർക്കാണെങ്കിലും നല്ല രീതിയിൽ ഹർട്ട് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും അനു പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. രേണു സുധി എന്ന് പറയുന്ന ആ ഒരു കുട്ടി ജീവിക്കാൻ വേണ്ടിയാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. പിന്നെ അതിന് വൃത്തിയില്ല, പേൻ എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമൊന്നും അനുവിന് ഉണ്ടായിരുന്നില്ല. വൃത്തിയില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ രേണു ചേച്ചിയാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനവിടെ നിന്നിട്ട് അനു ആ ഒരു വിവരിച്ച ആ ഒരു വിവരണം ശരിയായില്ല. ഈ പറയുന്ന അനുമോള് ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ തറയിൽ കിടക്കുകയും അതേപോലെ പോയി കുക്ക് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യനോട് തമാശ പറഞ്ഞിട്ട് ആര്യൻ്റെ ബാക്കിൽ തവി വെച്ച് അടിച്ചിട്ട് അതേ തവി കൊണ്ട് പോയിട്ട് ഭക്ഷണം ഇളക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഹൈജീൻ്റെ ഭാഗത്ത് വരത്തില്ലേ? അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീക്കിൽ ഒരു ഹൈജീൻ്റെ കാര്യം ഇത്രത്തോളം പ്രസക്തമായതുകൊണ്ട് ലാലേട്ടൻ വരുമ്പോൾ അവിടെയുള്ള എല്ലാ വ്യക്തികളുടെ ഹൈജീൻ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ബാത്റൂമിലും തറയിലും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണ ചെരുപ്പ് എടുത്തു വെച്ച് അക്ബർ പാട്ട് പാടുന്നു. അപ്പം ഇതെല്ലാം ലാലേട്ടൻ കാണിച്ചു കൊടുക്കണം. ആ ബിഗ് ബോസ് ഹൗസിലുള്ള ആരും തന്നെ വലിയ രീതിയിലുള്ള ഹൈജീൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പം അത് എല്ലാവരും ഒരുപോലെയാണെന്നുള്ളത് എല്ലാവരും അറിയട്ടെ. അപ്പം ഈ മനസ്സിലുള്ള വിഷമോ സങ്കടമോ ഒക്കെ അങ്ങ് ഇല്ലാതാവും. ഇപ്പോൾ രേണുവിന് പറ്റിയത് അതാണ്. അപ്പം ഇതിന് ശേഷം രേണുവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വീണ്ടും പരിതാപകരമായി, കരച്ചിലോട് കരച്ചിലാണ്. ഇപ്പൊ രേണു ഇപ്പൊ കരഞ്ഞു പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നെ ഒന്ന് പറഞ്ഞു വിടൂ, ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ, എനിക്കിനി ഇവിടെ നിൽക്കണ്ട ബിഗ് ബോസ്, എന്നെ പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞ് രേണു അങ്ങ് ഭയങ്കര കരച്ചിലാണ്. അപ്പം നിങ്ങൾക്കറിയാം, അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം അതിന് ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഒരു സമയത്ത് രേണു ഇതേപോലെ ഈ ഒരു അവസ്ഥയായിരുന്നു, കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിരുന്ന് പറഞ്ഞത്, ഇനി വീണ്ടും രേണു ഇനി ഈ ഒരു പേൻ വിഷയത്തിൽ ഇതും കൊണ്ട് മുന്നോട്ട് പോകുമോ എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് അക്ബറും അതേപോലെ അഭിലാഷും ഒക്കെ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനിയിപ്പോൾ വിധവകളെ അപമാനിച്ചു, സ്ത്രീകളെ അപമാനിച്ചു എന്നൊന്നും ഈ വിഷയത്തിൽ എന്തായാലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രേണു സുധി ഈ ബിഗ് ബോസ് എന്ന് കേട്ടപ്പോൾ ചാടിക്കേറി ഓടി വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്താണ് അതിനുള്ളിലെ യഥാർത്ഥ ഗെയിം എന്നുള്ളത് രേണുവിന് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ബിഗ് ബോസ് ഷോ കാണുന്നവർക്കറിയാം, രേണുവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണുവാനേ സാധിക്കുന്നില്ല. ഇപ്പം രേണുവിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുമോള് വന്നിട്ട് ആ ഒരു ഹൈജീൻ്റെ ഇഷ്യൂ പറഞ്ഞു. ആ ഹൈജീൻ്റെ ഇഷ്യൂ അല്ല മെയിനായിട്ട് രേണുവിനെ സങ്കടത്തിലാക്കിയിരിക്കുന്നത് ആ ഒരു പേനിൻ്റെ വിഷയം തന്നെയാണ്. പേൻ വന്നു മുഖത്തിരുന്നു, അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. അപ്പം അത് അനു എടുത്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേണുവിന് അതൊരു പരസ്യമായിട്ടുള്ളൊരു അപമാനിക്കലായിട്ട് ഫീൽ ചെയ്തു. അത് മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പാർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് രേണു ഇത്രമാത്രം തകർന്നു പോയത് എന്ന് തോന്നുന്നു. അപ്പൊ അനുവും പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ എല്ലാവരുടെയും തലയിലുള്ളതാണ്, ഇത് എത്രയും വലിയ പ്രശ്നമാക്കണ്ട എന്നൊക്കെ അനുവും വന്ന് പറയുന്നുണ്ട്. അപ്പൊ രേണു പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഇത് എന്നോട് മാറ്റി നിർത്തി പറയുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നു വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനീഷും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, നീ കണ്ടോ, പേൻ കണ്ടോ എന്നൊക്കെ അനുവിനോട് ചോദിക്കുന്നുണ്ട്.
അപ്പൊ അനു പറയുന്നുണ്ട് ആ കണ്ടു, ഇവിടുന്ന് എടുത്തു കൊടുത്തു അവിടുന്ന് എടുത്തു കൊടുത്തു എന്നൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരുള്ളൊരു വീടാണല്ലോ ബിഗ് ബോസ് ഹൗസ്. അപ്പൊ അവിടെ വൃത്തി എന്നുള്ളത് എല്ലാവർക്കും തുല്യമായിട്ട് വേണ്ടതാണ്, ഒരാൾക്ക് മാത്രമല്ല. ഈ പറയുന്ന അനു ആണെന്നുണ്ടെങ്കിലും രേണു ആണെന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന പലരും ഹൈജീൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അത് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വൃത്തിയില്ലാത്തവളാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ വൃത്തിയെപ്പറ്റി അറിയട്ടെ.